ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെരുന്നാളിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വന്നതായിരുന്നു. പക്ഷെ അതിനിടയിൽ എനിക്കൊരു നോമ്പ് തുറ ഇൻവൈറ്റ് വന്നു. പോവാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മാക്സിമം പോവാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയതാ. പക്ഷെ ഇല്ല, പോയേ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഇന്ന് അവസാന നോമ്പാണ്. ഇനി അടുത്ത റമളാനൊക്കെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. സോ നമുക്ക് അതിലോട്ടൊന്നും പോവണ്ട. ഫസ്റ്റിലെ ഒരു ഇഫ്താർ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ പെരുന്നാളിന് ഉള്ള ഒരു ഒരുക്കമാണ് ഒരുങ്ങിയിരിക്കണെന്ന്. അല്ല ഗൈസ്, നാളെ ഞാൻ വേറെ ഒരുക്കം ഒരുങ്ങും. ഇന്നത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ഡ്രസ്സ് ഒന്നും കാണുന്നില്ല. കാരണം ഷിഫ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് മാത്രം ഞാൻ കണ്ണാണടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇതുവരെ എടുത്ത് കയറ്റിയിട്ടില്ല. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ എടുത്തിടാൻ വേണ്ടിയിട്ട് മാത്രം തടിയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ഏകദേശം 30 നോമ്പ്, ഇന്ന് 30ാമത്തെ നോമ്പാണ്. ഞാൻ 27 നോമ്പ് പിടിച്ചു, എക്കാലത്തിനേക്കാളും. കാരണം എന്റെ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇന്നേ വരയ്ക്കും എനിക്ക് തികച്ചൊരു 25 നോമ്പ് പോലും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം അതേ ചരിത്രം കുറിച്ചു. ഞാൻ 27 നോമ്പാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ ഒരു കഥയാണ് ഗൈസ്. കാരണം എന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ താളം തെറ്റി കിടക്കുന്നതുകൊണ്ട് എനിക്ക് 3 നോമ്പേ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് കിട്ടി, അൽഹംദുലില്ലാഹ്. ഫസ്റ്റ് നമുക്ക് നോമ്പ് തുറണ്ട്, അതിന് പോകണം. അത് കഴിഞ്ഞ് എനിക്ക് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. കാരണം നാളെ പെരുന്നാളിന്റെ പരിപാടിയൊക്കെ ഞാൻ വീട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞം കൊടുക്കണ്ടേ, വെറുതെ വീട്ടിൽ വിളിച്ചാൽ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതുവരെയും പാല് കാച്ചായിട്ട് അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല പുതിയ വീട്ടിൽ വന്നിട്ട്. അത് ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. 4 ഡ്രസ്സാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തതും ബാക്കി 3 എനിക്ക് എന്റെ ഫാൻസ് തന്നതാണ് ഗൈസ്. എന്താ ചെയ്യുക, സെലിബ്രിറ്റീസ് ആയി പോയിട്ടില്ലേ. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോ അതെനിക്ക് ഇട്ട് നോക്കണം. അത് ഇട്ട് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഏതിടണമെന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് നടക്കും. ഇപ്രാവശ്യം 2 4ആയി. അപ്പൊ ആ 4 ഞാൻ ഏതിടുന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ നിൽക്കുന്നത്. തിരിച്ച് വന്നിട്ട് വേണം ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ ഡ്രസ്സൊക്കെ. പിന്നെ മെഹന്തി ഇടണം, കുക്ക് ചെയ്യണം, ഒക്കെ ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ വഴിയെ പറയാം. എനിക്കാണ് ഇവിടെ കാലുത്താൻ വേണ്ടി സ്ഥലമല്ല കേട്ടോ. അത്രയ്ക്ക് ചവറാണ് താഴെ കിടക്കുന്നത്. കാരണം വീട് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റാക്കി വരുമായിരുന്നേ. കുറച്ച് അല്ലറ ചില്ലറ ഇന്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചും പറക്കിയും ഒക്കെ തറയൊക്കെ ഉണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മെഹന്തി ഇടണം. ഓഫ്, എനിക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ എപ്പോൾ നടക്കുമെന്ന്. പിന്നെ ഇന്ന് രാത്രി ഞാൻ ഇച്ചിരി നെയിൽ കോൺ വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി ഇടണം. ഓർഗാനിക് ആയതുകൊണ്ട് എനിക്ക് തോന്നില്ല നാളെ നല്ല നിറമൊക്കെ കിട്ടുമെന്നുള്ള. പിന്നെ ഇതൊക്കെ എന്റെ പണിസാധനങ്ങളാണ്. ഇതൊന്നും ആക്കിയിട്ടില്ല. അല്ല എന്താവും അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ ഞാന് നോമ്പ് തുറക്കാൻ പോകുന്നു. നോമ്പ് തുറ വിശേഷങ്ങളും ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് പെരുന്നാൾ വിശേഷത്തിലോട്ട് കിടക്കാം. ഓക്കെ, വീടിന്റെ അടുത്തായതുകൊണ്ടേ എത്താനായി. സോ ഞാൻ പറഞ്ഞില്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എന്റെ ആ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് എന്തിനാ അറിയോ? യൂട്യൂബില് 100K സബ്സ്ക്രൈബർ ആവാനുള്ളതാ. 50K അല്ല, ഇനി അങ്ങോട്ട് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി തന്നതാണ് ഈ ഒരു സാധനം. ആദ്യമായിട്ടാണ് എനിക്ക് ആകാൻ വേണ്ടി, ലൈക്ക് നമ്മള് ഓക്കെ ആയതിനുള്ളത് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി 100 ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം. ആവും കേട്ടോ ഉടനെ തന്നെ. നമ്മള് നോമ്പ് തുറക്കാൻ പോകുന്ന എവിടുന്നാന്ന് അറിയോ? ഈ ബോട്ടിന്റെ അകത്ത് നിന്നാണ് നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ നോമ്പുതുറ ഇവിടെയാണ് എന്നുള്ളത്. ഏതോ റെസ്റ്റോറന്റിലാന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ബട്ട് എന്തായാലും ഇത് സ്പെഷ്യൽ ആണ്. ലാസ്റ്റ് നോമ്പാണ്. അകത്ത് ആൾക്കാരെയൊന്നും കാണുന്നില്ല. ആരും എത്തിയിട്ടൊന്നും ഉണ്ടാവത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ഉണ്ടാവും. ആ ടൈമിലായിരിക്കും അകത്ത് കയറ്റുണ്ടാവുക. ബട്ട് ഈ ബോട്ട് ഫ്ലോട്ടിംഗ് അല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ മുന്നേയും ഇവിടെയൊക്കെ വന്നിട്ടുള്ള സമയത്ത് ഇതിനെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇതിന്റെ ഉള്ളിൽ പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് UAE വന്നപ്പോ ഇവിടെയാണ് താമസിച്ചിട്ടുള്ളത്, ഈ ഏരിയയില്. അപ്പോ ഇവിടേക്ക് ഞാൻ നടന്നിങ്ങനെ പോവായിരുന്നു ഈവനിങ്ങിലൊക്കെ. നല്ല രസമാ. ഇപ്പൊ വീടിന്റെ അടുത്താണ്. ഇനിയൊന്ന് വീടെല്ലാം സെറ്റ് ആയതിനു ശേഷം വേണം ഡെയിലി നടക്കാൻ ഇറങ്ങാന്. അപ്പോ അടിപൊളി. ഇതിന്റെ എൻട്രൻസ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. ഇതൊക്കെ ഈന്തപ്പഴത്തിന്റെ മരമാണ് കേട്ടോ. അകത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. അയ്യോ, നടക്കാൻ പറ്റില്ല. മുകളിലാ, മുകളിലാ. കോർണിഷ് വ്യൂ ആണ്. ആ സൈഡില്.
ഓക്കെ. ആ കാണുന്ന ഐലൻഡിലല്ലേ ഞാൻ മുന്നേ പോയിട്ടുണ്ട്. എൻ്റെ ഒരു വ്ളോഗ് ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നൂർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി പ്ലേസ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. സോ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. കാരണം താഴെയാണ് ഫുഡ് സെറ്റ് ആക്കിയിരിക്കുന്നത്. അതും ബൊഫയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. നമുക്കൊന്നും പരിപാടി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എന്തായാലും കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഫുഡ് എടുക്കുന്നുണ്ട്. അവരെടുത്തതിന് ശേഷം നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതി. അതല്ല അതിൻ്റെ ശരി. ഇവിടെ കുറച്ച് സലാഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് നോക്കാൻ പറ്റില്ല, അപ്പത്തേക്ക് ബാങ്ക് കൊടുത്തു. സൂപ്പ്. വാവ്, ഫിഷ് ഒക്കെ ഗ്രിൽ ചെയ്തുണ്ട്. കുറെ കറി, റൈസ്, പാസ്ത. ഇവിടെ കഴിഞ്ഞ് ആദ്യപ്പോ എല്ലാവരും എടുത്തു പോയി. ഇത് വെജാണോ അതോ സമോസ? ചീസ്, ചീസ്. നല്ലുണ്ട്. ഞാൻ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ എടുത്തത്. ഫിഷ് ഷേരിയാണ്. ഇത് മന്തിയാണ്. ഞാൻ നേരത്തെ ബിരിയാണി എന്ന് പറഞ്ഞു പോയി ഗൈസ്. കബാബ് എടുത്തു, കുറച്ച് സലാഡ്സ് എടുത്തു. ഇതൊരു സ്വീറ്റ് ആണ്. അറിഞ്ഞൂടെ, കഴിച്ചിട്ട് പറയാം എന്താണ് എന്നുള്ളത്. അത് നമുക്കിത് കഴിക്കാം. ഞാൻ സ്പൂണൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഈ ഐറ്റംസ് ഒന്നും സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് മന്തി, പിന്നെ ഫിഷ്. അത് ടേസ്റ്റ്, മന്തി കൊള്ളാം. അല്ലാ, വയറൊക്കെ ഡിമ്മായി നോമ്പ് തുറന്നിട്ട്. കാരണം ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇപ്പൊ ഒരു മോളിലോട്ട് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഫ്രണ്ടിന് എന്തോ വാങ്ങിക്കാനുണ്ട് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. മോളിൽ ഞാൻ അങ്ങനെ വന്നിട്ടില്ല തോന്നുന്നു. ഇവിടെ ഒരു അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കാവേ. പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഈ മാളിൽ സെറ്റ് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. ഇവിടെ ഒരു അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ട്. സോ ഞാനൊന്ന് തടവി നോക്കട്ടെ എന്തെങ്കിലും വരുമെന്ന്. കൊല്ലം വന്നോ അല്ല. ഒന്നും വരാത്ത സ്ഥിതിക്ക് നമുക്ക് വന്ന കാര്യം നോക്കാം. എനിക്ക് വീണ്ടും ഡ്രസ്സ് കിട്ടി ഗായ്സ്. വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. 2 ഡ്രസ്സ് മാഷാഅല്ലാ നല്ലുണ്ട്, നല്ലുണ്ട്. ഇട്ടൊക്കെ നോക്കി ഒത്തിരി ഇഷ്ടമായി. പറയാ ഇപ്പൊ ഡ്രസ്സ് ഓൾറെഡി 4 ഡ്രസ്സുണ്ട്. ഇപ്പതാ 2 കൂടെ. ഒരു പെരുന്നാൾ 6 ഡ്രസ്സോ. പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം, നിങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ. അയ്യോ, 1 മണിക്കൂറിന് ശേഷം ഞാൻ വീടെത്തിട്ടോ. അത്രയ്ക്കും ട്രാഫിക് ആയിരുന്നു. ഓ, തലപ്രാന്ത് പിടിച്ച് വന്ന് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ ഇട്ടിട്ട് പോയ എല്ലാ പണികളും ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. വേറെ ആരില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് തുടങ്ങണോ അതോ കുക്ക് ചെയ്യണോ? കുക്ക് ചെയ്യാനിട്ടുണ്ടെങ്കിൽ ഗ്രോസറി ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. മെഹന്തി ഇടാൻ നോക്കി കഴിഞ്ഞാൽ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പണി നടക്കത്തില്ല. ആകെയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്നുള്ള തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഇപ്പൊ എനിക്ക് 6 ഡ്രസ്സായി. ഇതിൽ ഞാൻ ഏത് നാളെ എടുത്തിടുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ ഞാൻ വിചാരിക്കണു ഡ്രസ്സ് സെലക്ട് ആക്കിയതിന് ശേഷം ക്ലീനിങ്ങിന് നിൽക്കാന്ന്. കാരണം ഇനി വേർത്തിട്ടാകുമ്പോൾ എനിക്ക് ഇട്ട് നോക്കാനൊന്നും കഴിയൂലേ. ഒക്കെ ഡ്രസ്സ് കാണാം. അപ്പോ നല്ല വീച്ചുണ്ട്. ടോട്ടല് 7 ഡ്രസ്സാണ് കേട്ടോ ഉള്ളത് ഈ പെരുന്നാൾക്ക്. എനിക്ക് ഒരെണ്ണം വിട്ടുപോയി. ബിക്കോസ് ഒരെണ്ണം ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് പിടിക്കാനും മാത്രം ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. അതെല്ലാം ഞാൻ സൈഡിൽ വെക്കാം. ഏതൊന്ന് തുടങ്ങട്ടെ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് എനിക്കൊരു ഫ്രണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കളർ ഡ്രസ്സ് എനിക്ക് അധികമില്ല. കയ്യിൽ ഇങ്ങനെ ഒരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട്.
നെക്ക് പോർഷനിലും അത് തന്നെ വരുന്നേ. താഴെ വന്നിട്ട് ഒരു അംബ്രല്ല ടൈപ്പാണ്. രസമുണ്ടോ? ഇനി ഇതിന്റെ പാൻറ് വന്നിട്ട് നോർമൽ പാൻ്റാണ്. ഷോളിൽ ചെറുതായിട്ടൊരു വർക്ക് ഉണ്ട്. നല്ല ഉണ്ടല്ലോ. കളർ ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട്. ഇതിന്റെ ഈ കളറിന്റെ പേര് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഇത് വെളിച്ചത്തില് ഒരു മുന്തിരിന്റെ കളറല്ലേ? അയ്യോ, ഇതിലത് കാണുന്നില്ല അല്ലേ? ആ, ഏതാണ്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. നെക്ക് നോക്കിക്കേ, ലൈനിങ് ഒന്നുമില്ല. കയ്യിലും ഉണ്ട് ഡിസൈൻ അതുപോലെ. ഇത് സ്ലിറ്റ് വരുന്നൊരു ചുരിദാറാണ്. താഴെ ഫുള്ള് വർക്കാണ്. ഓക്കെ, ഇതിന്റെ പാൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഷറാറ പാൻറ്റാണ്. ഓക്കെ, അടിപൊളി. ഷോളും ഏതാണ്ട് നേരത്തെ കാണിച്ചെന്ന് ആ പച്ചേന്റെ ഒക്കെ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഒരു ചെറിയ വർക്ക് ഉണ്ട്. കളറൊന്നും ഞാൻ ഇതൊരു ട്രൈ ചെയ്തിട്ടില്ല, അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം, ബിക്കോസ് കുറെ ഉണ്ടല്ലോ. അതും വേറൊരു ഫ്രണ്ട് വാങ്ങിച്ചെന്നാണ്. ഇത് ഇതെനിക്ക് ആരാ വാങ്ങിച്ചെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല, കാരണം അതെന്റെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇതൊരാള് വാങ്ങിച്ചെന്നാണ് ഗൈസ്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ബ്ലാക്കും വൈറ്റും. ഇത് ബ്ലാക്ക് സാറ്റിനില്, ഇത് ഗോൾഡ് അല്ല കേട്ടോ, ഇത് റോസ് ഗോൾഡ് ആണ്. കയ്യിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. താഴെ ഇത് വലിയ ഇറക്കമൊന്നുമില്ലല്ലോ, കുറച്ച് ഷോർട്ട് ആണ്. ബിക്കോസ് ഇതിന്റെ പാന്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു സ്കേർട്ട് ടൈപ്പ് ആണ് വരുന്നത് പാന്റ്. അത്യാവശ്യം നല്ല കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്. സ്കേർട്ടിന്റെ കൂടെ ഇട്ട് കണക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്റെ ഷോൾ എന്ന് പറയുമ്പോഴത്തേക്കും ബോർഡർ ഒക്കെ ഹെവി ആണ്. ഇതാണ് എന്റെ ബോർഡർ. കുളിര്. അപ്പൊ ഇതങ്ങനെ ഒരു ആള് തന്നതാണ്. എന്റെ ഒരു ഫാൻ എന്റെ ഒരു ഫാന് തന്നതാണ്. അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ എടുത്ത ഡ്രസ്സാണേ. തൽക്കാലം ഇതെന്റെ കയ്യിൽ ഇതിന്റെ പാന്റും ഷോളേ ഉള്ളൂ. ടോപ്പ് വന്നിട്ട് സെയിം ഈ ഒരു കളറിൽ നെക്കിൽ വന്നിട്ട് ഈ ഒരു ഡിസൈൻ ഉണ്ട്. ലൈക്ക് ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഷോളിലും പിന്നെടാ ഇതാണ് ഫുൾ ഒരു സൈഡാണ് ഉള്ളത്. ഇതൊരു പാകിസ്ഥാനി ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഷോർട്ടാണ്, കൈയൊക്കെ ഒരു പ്രത്യേക തരം ഡിസൈൻ ആണ്. ഞാൻ നോക്കട്ടെ, നാളെ മറ്റന്നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കേണ്ടത് നിങ്ങളെ. ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് എന്നുള്ള സാധനം ഒത്തിരി ഇഷ്ടമാണ്. ഇതൊരു കാഷ്വൽ വെയർ ആണ് കേട്ടോ. ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു സാധനം. എന്തായാലും ഇത് പെരുന്നാൾക്ക് ഇടുന്നില്ല, ബട്ട് കാണിക്കുമ്പോൾ കാണിക്കണമല്ലോ എന്റെ കൂട്ടത്തിൽ. ഇത് പെരുന്നാൾക്ക് ഇട്ട് തന്നെയാണ്. ഇന്നർ അകത്തിട്ടിട്ട് അതിന്റെ പുറത്ത് ലൈക്ക് ദിസ് ഒരു മാക്സി ടൈപ്പ് ആണ്. അമ്മേ നോക്കിക്കേ. പിന്നെ ഇന്ന് ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ 2 ഡ്രസ്സ് എടുത്തതെന്ന്. അതില് ഒരെണ്ണം ഇതാണേ. ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്ത് ഒരു ആവശ്യമുണ്ട്, കൂടെ പോരണോന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നോമ്പ് വരുന്നത് ഞാൻ അങ്ങോട്ട് പോയി. കാരണം എനിക്ക് വീട്ടിൽ ഒരുപാട് പണിയുണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു എന്തോ എടുക്കണം, കൂടെ വരുമോന്ന് ചോദിച്ചു. ഞാൻ വേണോ അങ്ങനെ പോയപ്പോ എനിക്ക് കിട്ടിയതാണ് ഗൈസ്. ഈ ക്ലോത്തിന്റെ പേര് എനിക്ക് പറയാൻ അറിയത്തില്ല. ഒരു കോട്ടൺ പോലെയൊക്കെയാണ്, പക്ഷെ നല്ല രസമുണ്ട്. ബ്ലാക്കിൽ ഗോൾഡ് കളർ നെക്കിൽ വർക്ക് വരുന്ന പോയതാണ്. താഴ്പോട്ടൊന്നുമില്ല, ഒരു അനാർക്കലി ടൈപ്പാണ്. ഇതിന്റെ ഷാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പാന്റ് നോർമലാണ്, സാധാരണ ഏലാനും. ഇതിട്ടപ്പോ എനിക്ക് നാളെ ഇത് ഇട്ടോളാൻ വയ്യാണ്ട ആയിപ്പോയി. അത്രയ്ക്കും നല്ലതാ. ഇതൊക്കെ ഞാൻ ഇനി എങ്ങനെ മടക്കി വെക്കും? ഇതൊരു ഷറാറ ഐറ്റമാണ്. കഴിഞ്ഞ പെരുന്നാൾക്കും, അതായത് കഴിഞ്ഞ നോമ്പ് പെരുന്നാളും ഞാൻ ഇട്ടത് ഏതാണ്ട് ഇതുപോലത്തെയാണ്. അത് ഞാൻ പാന്റ് കാണിക്കാം. ഷറാറയാണ് കേട്ടോ. എന്റെ ടോപ്പ് നല്ല അടിപൊളി ക്ലോത്ത് ഇട്ട സൂപ്പർ. ഇരുമ്പ് നല്ല സുഖമുണ്ടായിരുന്നു. കഴുത്തിലൊക്കെ മിറർ വർക്ക് വരുന്നുണ്ട്, കയ്യിലുണ്ട്. ഷറാറ ആയതുകൊണ്ട് ഷോർട്ടാണ്. പിന്നെ അതിന്റെ ഷോൾ വന്നിട്ട് പ്ലെയിൻ ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പോ തന്നെ ഞാൻ അയ്യോ എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട. ബട്ട് എന്താ പറയാ, എനിക്ക് 2 എടുത്തു തന്നു ഗൈസ്. എന്താ ഞാൻ ചെയ്യണം, വേണ്ടെന്ന് പറയാനും തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് ഷക്കീറ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അവള് നാട്ടിൽ വന്നിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞ്. ഇതൊരു കോട്ട് സെറ്റ് ആണ്. ഇതാണ് അതിന്റെ ടോപ്പ്. എവിടേക്കെങ്കിലും ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു വരികയാണേ. 8 ഡ്രസ്സ് ഉണ്ട്. ഈ 8 ഡ്രസ്സിൽ ഞാൻ നാളെ ഏതിടുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തായാലും ഞാൻ ഏതിടണമെന്നുള്ളത്
കമന്റ് കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാവില്ല ഏതിട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ മീൻസ് കാണുന്നവർക്ക് നമ്മളിഷ്ടമാണ്, എന്നാലും കാണുന്നവർക്ക് വാ ഇത് കൊള്ളാം എന്ന് തോന്നണമല്ലോ. നിങ്ങൾ കമന്റ് കേട്ടോ, അതനുസരിച്ച് ഞാൻ നോക്കട്ടെ എന്താണെന്നുള്ള. അപ്പൊ ഡ്രസ്സിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കുവാണ്. സെറ്റാക്കിയതിന് ശേഷം വരാം. ഓക്കെ, ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ കാണിക്കാം നിങ്ങളുടെ അടുത്ത്. മുഴുവനായിട്ടും കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഹോം ടൂർ ബാക്കിയുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളിത് കാണിച്ചിട്ട് ഞാൻ ആ ഒരു വൗ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നില്ല. ഞാനൊരു സാധനം വാങ്ങിച്ചിട്ട് കുറെ നാളെ, പക്ഷെ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു പരീക്ഷണമാണ്. ഹുക്കുണ്ട്, വയറുണ്ട്, 3 ബട്ടർഫ്ലൈസ് ഉണ്ട്. ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ, ഐ മീൻ ഇത് മെയിൻ ഡോറല്ല, ഇത് ഹോളിലോട്ടുള്ള ഡോറാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. അതെനിക്ക് പൂക്കളൊക്കെ ഒട്ടിച്ച് വെക്കാം. ഇവിടെ വെക്കണോ ഇവിടെ വെക്കണം, ഒരു പിടുത്തം കിട്ടുന്നില്ല എവിടെ വെക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടിങ് കട്ട് ചെയ്ത് ഇടാം, അങ്ങനെയാണ്. ഈ ബേസിലല്ലേ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ കൊടുത്തിട്ട്, ഞാൻ ഇത്രയും പൊക്കത്തിൽ എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. ആദ്യം ഞാൻ ഇതിൽ കൊടുത്തിട്ട് ഫുള്ളും ഒരേ ലെവൽക്കാക്കിയതിന് ശേഷം ഒട്ടിക്കാം, അതാണ് ബെറ്റർ. കറക്റ്റ് 1 മണിക്കൂർ 10:11 ഞാൻ തുടങ്ങിയത്. ഇപ്പൊ 11:17, അതായത് 1 മണിക്കൂറും 6 മിനിറ്റും. ഈ സാധനം ഉണ്ടല്ലോ, കാണുന്ന കണക്കേ അല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത് എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടതൊന്നും ഒരു കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ ഇവിടെ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടായിരുന്നോണ്ട് ആ ഒരു ഇതിലാണ് ഹാങ് ചെയ്തിടേണ്ടത്. ട്രീയും ബാലൻസും ഉണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. അയ്യോ, അങ്ങനെ ആ പണി കഴിഞ്ഞു. ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചിട്ടില്ല. എന്താണ് എൻ്റെ പെരുന്നാള് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആയിപ്പോന്ന് തോന്നുന്നു. ഞാൻ വെളുപ്പിനായിരിക്കും ഇനി ഉറങ്ങുമ്പോൾ ഉണ്ടാവുക. തല കറങ്ങും. 2:45 രാത്രി. ഞാൻ എത്ര നേരം ചെയ്തുകൊണ്ടിരുന്നെന്ന് ആരെയും എന്നോട് ചോദിച്ചു. ഞങ്ങൾക്ക് ഒരു ഉത്തരമേ ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഇവിടുത്തെ പണി എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും കിടക്കണ്ട് അടിച്ചു വരാൻ വേണ്ടി. ബാക്കി എല്ലാം സെറ്റ് ചെയ്തു. 2:45 മൈലാഞ്ചി പോലും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ചായ ഇട്ട് കുടിക്കാൻ പോലും ഒരു വക സാധനം ഇവിടെ ഇല്ല. ഇപ്പൊ നാളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഇറങ്ങണം. അപ്പൊ ഇന്ന് പെരുന്നാൾ രാത്രിയായിട്ട് ഇതാണ് ഗൈസ് എൻ്റെ ഫുഡ്. ഫ്രൈഡ് ചിക്കൻ. അയ്യോ, സത്യം എനിക്ക് അങ്ങനെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഈ സമയത്ത് കിട്ടുന്ന എന്താ നോക്കിയിട്ട് ജസ്റ്റ് ഓർഡർ ചെയ്തേ ഉള്ളൂ. അപ്പൊ ആകെയുള്ളൊരു വിഷമം എന്ന് പറയുമ്പോൾ മൈലാഞ്ചി ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. സ്റ്റെൻസിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഇട്ടാലോ നാലിക്കുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാണ്ടിരിക്കണം, അത് ഉണങ്ങുന്നവരെ. എനിക്ക് നാളെ എണീക്കുമ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഇരിക്കും. എന്തപ്പോ ചെയ്യാം, ഇടണ്ട അല്ലേ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മെഹന്തി എടുത്ത് പുറത്ത് വെച്ചു തണുപ്പ് ഇടാൻ. എനിക്ക് നെയിലിൽ ഒന്നുകൂടെ ഇടാനുണ്ട്. എന്താവോ എന്തോ, അത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഞാൻ ടയർഡായിട്ടുണ്ട്. അത്രയ്ക്ക് ടയർഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ടയർഡായിട്ടുണ്ട്. കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഞാൻ ഡ്രസ്സ് വഴി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ മാച്ചിന് കമ്മല് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ ഈ പെരുന്നാളിനുണ്ടല്ലോ ഡ്രസ്സ് എനിക്ക് കുറെ കിട്ടി. നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടംപോലെ ഡ്രസ്സ് എനിക്ക് കിട്ടി. പക്ഷെ ഒന്നിനും ഒരു കമ്മലോ മാലയോ ഒന്നും വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നാളെ എന്തെടുത്തോടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത്രയും വൈകി കിടക്കുന്നോണ്ട് നാളെ ഞാൻ എണീക്കോ എന്നപോലെ എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ഇതുവരെയൊക്കെ എത്തി ഗൈസ്. ഇതാണ് മെയിൻ ഡോർ. ഇവിടെ നീ എടുത്തും എറിഞ്ഞാൽ മതി. ഇത് എൻ്റെ ഒരു ഷൂ ആണ്. ഈ ഷൂ ആണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ജോർദാനിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാനും അതിലോട്ട് എന്നെ നയിച്ചത് ഈ ഒരു ഷൂ ആണ് ഗൈസ്. അപ്പം ഇത് ഞാൻ കളയാൻ പോവാണ്. കാരണം ഈ ഒരു ഷൂ കാരണം ഞാൻ അനുഭവിച്ചത് ചില്ലറയും ചുട്ടൊന്നും അല്ല. സോ ഇത് ഞാൻ അന്നേ കവറിൽ കെട്ടി അങ്ങനെ വെച്ചത് അത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അത് ഇതിന്റെ കൂട്ടത്തിൽ കളയുവാണ്. പിന്നെ ഡ്രസ്സും ഉണ്ട്. ആ ഡ്രസ്സിന് എനിക്ക് ഒരിക്കലും ഇടാൻ പറ്റത്തില്ല, അത്ര ഞാൻ വെറുത്തുപോയി. അത് ആർക്കെങ്കിലും കൊടുത്താലും പ്രശ്നമാണ്. കാരണം അതിട്ട് ആരെങ്കിലും ഇട്ട് കണ്ടാലും നാണേ, മീൻസ് നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം കൊടുക്കുള്ളൂ. ഇനി എനിക്ക് അറിയാത്ത ആർക്കെങ്കിലും ഞാൻ ഡ്രസ്സ് കൊടുത്ത് ഒഴിവാക്കാൻ പോവാ. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ ഉറങ്ങി എണീറ്റു. മൈലാഞ്ചിയൊന്നും ഇട്ടില്ല. ഞാൻ 4:30 മണിക്ക് എൻ്റെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചിയുടെ പണിയൊന്നും പെട്ടിരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഉറങ്ങി. ഇപ്പം എനിക്ക് ആരോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ല, പേരൊന്നുമില്ല ഇതില്.
കോളിംഗ് ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ബോധം വന്നിട്ടില്ല എനിക്കിപ്പോഴും. സമയം എത്രയാണെന്നറിയോ? എത്ര ആയിട്ടുണ്ടാവും? ഞാൻ പറയുന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഈദ് മുബാരക്.